friends, welcome back to my channel Minnie's Little World. ഇതേ ഗ്രേപ്പിൻ്റെ ഗ്രോത്ത് നിങ്ങൾ നോക്കൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോസ് ഇട്ടായിരുന്നു. ഗ്രേപ്പിൻ്റെ പൂക്കൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാ ഓൾമോസ്റ്റ് ചെറിയ ബബിൾ മാതിരി എടുത്തിട്ടുണ്ട്. പച്ചക്കറി കാണാനായിട്ടും വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് നിങ്ങളുമായിട്ട് ഈ ഗ്രേപ്പിൻ്റെ ഗ്രോത്ത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ എനിക്ക് 2 പ്ലാന്റുകൾ കേട്ടോ. അത് നല്ല ഒരു ലേഡി ബഗ് ഇരിക്കുന്നുണ്ടാ, എന്ത് ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഈ ഗ്രോത്ത് നോക്കിക്കേ. ഞാനിതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് ഇലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടോ. ഗ്രേപ്സ് ഇപ്പം ഹാങ് ചെയ്ത് കിടക്കണ കാണാനായിട്ട് ഇച്ചിരി ബെറ്റർ അല്ലേ. ഇലകൾ കിടന്നു കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നത് കാണാൻ പറ്റൂല. ഇവിടെ ഒരു കിളിക്കൂട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കിളിക്കൂട് ഇത് നാട്ടിൽ നിന്നുണ്ടെന്നൊരു കിളിക്കൂടാണ്. പക്ഷേ കിളികളൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഇവിടെ ഒരു കിളിക്കൂട് ഈ തടിൻ്റെ മുകളിലുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു ഗുണ്ടം പൂച്ച അത് ആ കൂട് ശരിയാക്കി കളഞ്ഞു. അത് കണ്ടപ്പോൾ ഞാൻ അടുത്ത ഒരു കൂടിട്ട് കൊടുത്തതാണ് ഈ കൂട്. നാട്ടിലെയാണ്. ചെറിയ കുരുവി പോലത്തെ കിളികൾ ഇതിനകത്ത് വരാറുണ്ട്. 2 മൂട് ഗ്രേപ്പേ ഉള്ളൂ കേട്ടോ. 2 മൂട് ഗ്രേപ്പേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ, ഗിവ് മീ ദ വാല്യുബിൾ കമൻറ്റ്സ്. പച്ചക്കറിയുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. Thank you for watching my channel, guys. Bye bye. കരിയാപ്പ് പ്രൂൺ ചെയ്ത് നിർത്തിയുണ്ട, കംപ്ലീറ്റ് വെട്ടി മുട്ടയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ചുവട്ടിൽ നിന്നുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ അടുത്ത ഓരോ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ധാരാളം കുഞ്ഞു തൈകളുണ്ടായിരുന്നു. അത് നമുക്ക് ചെറിയ തട്ടിലേക്ക് മാറ്റി. ഇത് ജീരകമാണ് കേട്ടോ. ജീരകത്തിൻ്റെ പ്ലാന്റാണ്. ഒരെണ്ണം കിളിച്ചാൽ മതി, ഈ വേൾഡ് മുഴുവനും അതിൻ്റെ തൈയായിരിക്കും. ഇത് മറ്റൊരു പ്ലാന്റാണ്. ഞാൻ സെപ്പറേറ്റ് അതൊന്ന് ഫ്ലവർ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെച്ചാണ്. അപ്പം നമ്മൾ ഇത് വീടിനുള്ളിൽ വെക്കുന്ന കരിയാപ്പാണ്. അപ്പോൾ ഈ ഉരുട്ടുന്ന സംഭവം കണ്ടില്ലേ, നമുക്ക് തെന്നിച്ച് ഉരുട്ടി മാറ്റാം. നല്ല ഹെവി വെയിറ്റാണ് ആ സാധനത്തിന്. അപ്പോൾ അത് പ്രൂൺ ചെയ്ത് നമ്മൾ വെട്ടി നിർത്തി. ഇതിൻ്റെ ഓരോ ഗ്രോത്ത് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ ചുവട്ടിൽ ഒത്തിരി തൈ ഉണ്ടായിരുന്നു. നമ്മൾ ആ തൈകൾ മുഴുവനും ഓരോ ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. സാധാരണ ഈവനിങ്ങിലാണ് ചെയ്യേണ്ടത്, പക്ഷേ ഞാനിന്ന് മോർണിംഗിലാണ് അത് മാറ്റിയത്. അതുകൊണ്ട് എത്ര വർക്കാവുമെന്നറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെടിയുടെ അരിയാണ്. സൺഫ്ലവർ ആണെന്നാണ് ഇല കണ്ടിട്ട് തോന്നണേ. ജീരകം, തക്കാളി വരുന്നുണ്ട്, തക്കാളിയുടെ അരി കിളിച്ച് വരുന്നുണ്ട്. ഇത് മാറ്റി വെക്കണം. ഇനി തൈകളെല്ലാം ഒന്നിച്ചാണ് കിളിച്ച് നിൽക്കുന്നത്. അതുപോലെ തന്നെ പാവൽ കിളിച്ച് വരുന്നുണ്ടുള്ളൂ. ചീരകൾ ഇതിനിടയ്ക്കാണ്. അപ്പോൾ അല്ലേ, പാവലൊക്കെ മുള പൊട്ടിയിട്ട് വരുന്നതേ ഉള്ളൂ. സാധാരണ ഈ സമയത്ത് നമ്മൾ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് എല്ലാം മുള പൊട്ടി പതിയെ വരുന്നതേ ഉള്ളൂ. അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് ഈ തൈകളൊക്കെ മാറ്റി ഇവിടേക്ക് പാവൽ നടാനുള്ള സെക്ഷനാണ്. ഇതിനകത്തേക്ക് നമ്മൾ നടും. ഉണ്ടല്ലേ, പാവലിൻ്റെ മുളകൾ പൊട്ടി വരുന്നതേ ഉള്ളൂ. സാധാരണ ഈ സമയത്ത് നന്നായി ഗ്രോത്ത് വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം തന്നെ പൊട്ടി മുളച്ചത് കണ്ടാ. അപ്പോൾ ഇതിനി 2 ആഴ്ചയും കൂടി എടുക്കുമെന്ന് മുകളിലേക്ക് 2 ഇല വരാൻ. 2 ഇല വന്നെങ്കിലേ നമുക്കത് മാറ്റി നടാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോഴാണ് ടെമ്പറേച്ചർ ഹൈ ആയപ്പോഴാണ് അത് പതിയെ മുളച്ച് വരുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെടിയാണ് കേട്ടോ. സൺഫ്ലവർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇലകൾ ഡിഫറെൻ്റാണ്. പൂക്കൾ വന്നെങ്കിലേ അറിയുള്ളൂ അതെന്ത് ചെടിയാണെന്ന്.
അതുപോലെ കുങ്ങനെയും കിളിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് മീ ദ വാല്യുബിൾ കമൻറ്റ്സ്. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് വീക്ക്. ബൈ ഗൈസ്.